Friends, welcome to my YouTube channel Andro Creations. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ നമ്മുടെ ഫോണിൽ നിന്നും അല്ലെങ്കിൽ ഫ്രെയിമിൽ നിന്നും എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഞാൻ നിങ്ങളോട് ഒരുപാട് വീഡിയോസുകൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ ഒരു ഡിസ്പ്ലേ എങ്ങനെ ഗം തേച്ച് എങ്ങനെ പ്രോപ്പറായിട്ട് ഒട്ടിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഫ്രെയിമിൽ നിന്നും ഡിസ്പ്ലേ റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ കോമ്പോ റിമൂവ് ചെയ്ത ശേഷം അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. യാതൊരുവിധ പഴയ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം പഴയ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഡിസ്പ്ലേ കറക്റ്റായിട്ട് ഒട്ടാതിരിക്കുകയും അത് ചിലപ്പോൾ ഡിസ്പ്ലേ ഒക്കെ പൊങ്ങിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലീനിങ് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുക. യാതൊരുവിധ ഇതുമില്ലാതെ പഴയ എല്ലാം പൂർണ്ണമായിട്ടും നിങ്ങൾ റിമൂവ് ചെയ്യുക. അതിനുശേഷം ഡിസ്പ്ലേ നമ്മൾ കറക്റ്റായിട്ട് അന്നത്തെ പഴയ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ ഡിസ്പ്ലേ ഫോണിൻ്റെ കണക്ട് ചെയ്ത് പൂർണ്ണമായിട്ടും വർക്കിംഗ് ആണോ എന്നുള്ളത് അതൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞതിൻ്റെയുള്ളതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഡിസ്പ്ലേ വെച്ച് നല്ല രീതിയിൽ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല, ടച്ച് എല്ലാം പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ്, ഡിസ്പ്ലേയിൽ യാതൊരുവിധ ലൈൻസോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല, പ്രോപ്പർ വർക്കിംഗ് ആണ് എന്നുള്ളത് പൂർണ്ണമായിട്ട് ഉറപ്പാക്കിയ ശേഷം നിങ്ങൾക്കത് ഒട്ടിക്കാവുന്നതാണ്. ഒട്ടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ ഈ ഒരു ഡിസ്പ്ലേ ഉണ്ടല്ലോ, ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് വലിയ ഇഷ്യൂസ് ഇല്ലാതെ നമുക്ക് ഒട്ടിക്കാൻ സാധിക്കും. കാരണമെന്ന് പറയുന്നത് നമുക്ക് ഇവിടെയൊക്കെ ഗം തേച്ചാലും വലിയ രീതിയിലൊന്നും ഇതിൻ്റെ സ്ട്രിപ്പിലൊന്നും വരത്തില്ല. ചില ഡിസ്പ്ലേ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ സ്ട്രിപ്പ് മുകളിൽ നിന്ന് തന്നെ വരുന്നതായിരിക്കും. അത്തരം ഡിസ്പ്ലേകൾ നിങ്ങൾ ഗം തേക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ ഇവിടെ ഗം തേക്കാവൂ, അല്ലെങ്കിൽ ഡബിൾ ടാപ്പ് യൂസ് ചെയ്യുക. ഒരുപാട് ഗം നിങ്ങൾ ഈ സ്ട്രിപ്പിൻ്റെ ഭാഗത്ത് തേക്കുകയാണെങ്കിൽ ചില ഫോണുകളിൽ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് താഴെയായിരിക്കും. അപ്പോൾ സ്ട്രിപ്പിൻ്റെ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ഗം കുറച്ച് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവൂ. കൂടുതൽ യൂസ് ചെയ്താൽ പണി കിട്ടുമെന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നത് T7000 T8000 ഒക്കെ നിങ്ങൾക്ക് മീഡിയം വിസ്കോസിറ്റിയിലുള്ള ഗം കിട്ടും. അത് യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ ഇളക്കി എടുത്ത ശേഷം ഇതിൻ്റെ പഴയ ഗം കുറച്ച് പിതുക്കി കളയുക. കാരണം പഴയ ഇതിൽ കുറച്ച് ടൈറ്റ്നെസ് കൂടുതലായിരിക്കും, അതുകൊണ്ട് ഒട്ടിക്കാൻ പറ്റത്തില്ല. അതിനുശേഷം വളരെ സ്ലോവിൽ വളരെ ചെറിയ രീതിയിൽ മാത്രം ഗം തേക്കുക. തീർച്ചയായിട്ടും മനസ്സിലാക്കുക, ഒരുപാട് ഗം തേച്ച് കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേക്ക് അകത്തോട്ട് പോയിട്ട് പിന്നീട് അത് ഓട്ടോ ടച്ച് അതുപോലെ തന്നെ വേറെ പല പ്രോബ്ലംസിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് ഗം തേക്കുമ്പോഴത്തേക്കും വളരെ കുറച്ച് മാത്രം ഗം തേച്ചാൽ മതിയാവും. അപ്പോൾ സ്ട്രിപ്പ് വരുന്ന ഭാഗത്ത് മാക്സിമം ഗം കുറച്ച് മാത്രം ഇട്ടാൽ മതിയാവും. അതുപോലെ തന്നെ സെൻസർ വരുന്ന ഭാഗത്ത്, ഈ ഒരു പ്രോക്സിമിറ്റി സെൻസർ വരുന്ന ഭാഗത്തും അതിൻ്റെ ഇടയിലൊന്നും വരാത്ത രീതിയിൽ വേണം ഇടാൻ. കാരണം പ്രോക്സിമിറ്റി സെൻസറിൻ്റെ അവിടെ ഗം കയറി കഴിഞ്ഞാൽ പിന്നെ അതൊരു പണി കിട്ടും. അതുകൊണ്ട് അതുകൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ ഗം തേച്ച ശേഷം നിങ്ങൾക്ക് അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിസ്പ്ലേ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ ഫോണുകളും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ചില ഫോണുകൾക്ക് ഡിസ്പ്ലേ ഫ്രെയിമും, ഇത് സാംസങ്ങിൻ്റെ ഫോൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മൊത്തത്തിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡിസ്പ്ലേയുടെ ഫ്രെയിം കണക്ട് ചെയ്ത് അല്ലെങ്കിൽ സ്ട്രിപ്പ് കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ചില ഫോണുകളിലൊക്കെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ബോർഡൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് സ്ട്രിപ്പ് ഗം തേച്ച ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ ഭാഗം കറക്റ്റ് പ്രോപ്പറായിട്ട് വരത്തക്ക രീതിയിൽ തന്നെ വയ്ക്കുക. പിന്നെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ആ ഒരു സ്ട്രിപ്പ് ഇതിലേക്ക് ഈ ഒരു സ്ട്രിപ്പിൻ്റെ ഈ ഒരു കണക്ടർ നമ്മൾ ഈ ഒരു ഇതിലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്ട്രിപ്പ് കറക്റ്റായിട്ട് തന്നെ ആ ഒരു കണക്ട് ചെയ്യുക. വലിച്ച് ബലം പ്രയോഗിക്കേണ്ട. ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ട്രിപ്പിൻ്റെ കണക്ടർ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത ശേഷം അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നല്ല രീതിയിൽ ഒട്ടിച്ച ശേഷം അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇത് ബാൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നല്ലൊരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബാൻഡ് ചെയ്തെടുക്കുക. കാരണം നല്ല രീതിയിൽ തന്നെ ഇത് ഉണങ്ങുന്നതിനായിട്ട്, അത് നല്ല രീതിയിൽ ഫ്രെയിമിൽ പറ്റിപ്പിടിച്ച് ആ ഒരു ഗം ഉണങ്ങുന്നതിനായിട്ട്, നല്ല പിടിച്ച് തന്നെ ഉണങ്ങുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ബാൻഡ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഒരു 3-4 മണിക്കൂർ നിങ്ങൾക്ക് ഇതേപോലെ ബാൻഡ് ചെയ്ത് വയ്ക്കുക. നല്ല രീതിയിൽ ഒട്ടിയതിന് ശേഷം മാത്രമേ ഈ ഒരു ഫ്രെയിമിൽ നിന്നും നിങ്ങളത് ഡിസ്കണക്റ്റ് ചെയ്യാവൂ. ഓക്കെ, ഇങ്ങനെ വയ്ക്കുക. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല പൂർണ്ണമായിട്ടും ഒട്ടിയെന്ന് ഉറപ്പ് വരുത്തിയെങ്കിൽ നിങ്ങൾക്കത് എടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ.